ഇന്ന് സൺഡേ ആയിട്ട് എന്താ പരിപാടി? മടി പിടിച്ച് ഇരിക്കുകയാണോ? എങ്കിൽ പോരെ ഒരു ലേസി കട്ട്ലറ്റ് ഉണ്ടാക്കാം. ഒരു ഇച്ചിരി ചിക്കൻ്റെ മീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കട്ട്ലറ്റാണ് കേട്ടോ. ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇതിനകത്ത് ചിക്കനാണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് 2 സവോള കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. സവോളയുടെ കൂടെ ഒരിച്ചിരി ഇഞ്ചിയും ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ ചേർക്കണേ. പിന്നെ ചിക്കൻ നന്നായിട്ട് വേവിച്ച് ഷ്രെഡ് ചെയ്തിട്ട് അതും കൂടെ ചേർക്കാം. മസാലയായിട്ട് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, പിന്നെ ഒരിച്ചിരി കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മാത്രം ചേർത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് സോട്ട് ചെയ്യുക. പിന്നൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുക, റസ്ക് പൊടിക്കുക, റസ്ക് അല്ലെങ്കിൽ ബ്രെഡ് ആയാലും മതി, അതങ്ങോട്ട് പൊടിച്ചങ്ങോട്ട് വയ്ക്കുക. അത് കഴിഞ്ഞ് മുട്ട വേണ്ടെന്നുണ്ടവർക്ക് കോൺഫ്ലവർ കലക്കിയാലും മതി കേട്ടോ. അപ്പം ഇത് ഡബിൾ കോട്ടിങ് ചെയ്യണേ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ട് പരത്തി നമുക്ക് ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റസ്കിലൊന്ന് കോട്ട് ചെയ്യുക. വീണ്ടും മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് റസ്കിലൊന്ന് കോട്ട് ചെയ്യുക. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ലെയറും കിട്ടും. കട്ട്ലറ്റ് അങ്ങനെ പൊടിഞ്ഞു പോകത്തുമില്ല കേട്ടോ. സോ അങ്ങനെ ചെയ്തിട്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണ്ട. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മണം ഉണ്ടാവും. അപ്പം ഇത് സാധാ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കുക്ക് ചെയ്തത്. എന്നിട്ട് 2 സൈഡ് നല്ല മുരുമുരാന്ന് മുരിച്ചെടുത്ത് നോക്കിയേ അടിപൊളി ചിക്കൻ കട്ട്ലറ്റ് കേട്ടോ. പിന്നെ ഇതേ മിക്സിൽ തന്നെ നമ്മൾ കുറച്ച് മോസറല്ല ചീസ് അകത്ത് വെച്ചിട്ട് ഒരു ബോൾ പോലെ ആക്കിയെടുത്താൽ നല്ല അടിപൊളി ചീസ് ബോളും റെഡിയാണ് കേട്ടോ. ഇതാ നോക്കി ആ ഒരു ചീസ് പുള്ളൊക്കെ ഒന്ന് നോക്കി അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ മടി പിടിച്ചിരിക്കാതെ ഈ കട്ട്ലറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയേ. നിങ്ങൾ ശരിക്കും ഇതിനെ എന്താ പറയുക, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഒരുപാട് മസാലാസ് ഒന്നുമില്ല, ഒരുപാട് ചിക്കൻ ഫില്ലിങ്സ് ഉള്ള ഒരു അടിപൊളി ചിക്കൻ കട്ട്ലറ്റ്. അപ്പോൾ ഡു ട്രൈ ഇറ്റ് ഔട്ട്. സെറ്റല്ലേ?